ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജയ്ഷ എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ജയ്ഷ, യഥാർത്ഥ പേരല്ല. എനിക്ക് 27 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. എൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ചുറ്റുപാടാണ്. സദാചാരത്തിൻ്റെ അങ്ങേയറ്റമാണ് എൻ്റെ വീട്ടുകാർ. പുറത്തിറങ്ങി ഞാൻ ആരോടെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ കംപ്ലൈൻ്റ് ആക്കും. അത്തരം ഒരു കുടുംബ സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രേമമോ നല്ല സുഹൃത്തുക്കളോ ഒന്നുമില്ല. എന്തിന്, സുഹൃത്തുക്കൾ പോലും ഇല്ലായിരുന്നു. പിന്നീട് വീട്ടുകാർ പറഞ്ഞ ആളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. സത്യം പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് എൻ്റെ ഭർത്താവുമായിട്ട് അധികം ഇടപെടാനോ സംസാരിക്കാനോ ഒന്നുമുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. പക്ഷേ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഏകദേശം 1 മാസം അദ്ദേഹം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അത് കഴിഞ്ഞ ശേഷം ഗൾഫിലേക്ക് പോയി. പിന്നീട് 1 വർഷം കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം 2 വർഷം കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു വന്നത്. ആ 2 വർഷത്തോളം ഞാനും അമ്മായിമ്മയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ. കല്യാണം നടത്തുമ്പോൾ ചിക്കൻ്റെ അച്ഛനുമായി അമ്മായിമ്മ ബന്ധം വേർപിരിഞ്ഞ് നടന്നു. അങ്ങേർക്ക് വേറൊരു കുടുംബം ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങേരുമായി യാതൊരു സഹകരണവുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മായിച്ചനെ കണ്ടിട്ടേയില്ല. ഭർത്താവാണെങ്കിൽ അയാളെക്കുറിച്ച് അധികമൊന്നും സംസാരിച്ചിട്ടുമില്ല. കാര്യം ഭർത്താവിന് സ്വന്തം അച്ഛനെ ഇഷ്ടമല്ല. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോഴേ എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു. ഗൾഫിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന് പല ആരോഗ്യ പ്രശ്നങ്ങളും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്ന് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അത് വിറ്റിട്ട് ഒരു ബിസിനസ് തുടങ്ങി. അത് തരക്കേടില്ലാതെ പോകുന്നുണ്ട്. അതിനുവേണ്ടി പല യാത്രകൾ അദ്ദേഹം നടത്താറുണ്ട്. എന്നോട് സ്നേഹമൊക്കെ തന്നെയാണ്. എനിക്കെന്തെങ്കിലും കുറവുകളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ഇല്ല. പണവും മറ്റു കാര്യങ്ങളും എല്ലാം ആവശ്യത്തിലധികമുണ്ടെന്ന് പറയാം. ഇതുവരെ ഞങ്ങൾക്ക് കുട്ടികളൊന്നുമായിട്ടില്ല. ഞങ്ങൾ 2 പേരും പരിശോധനകൾക്കൊക്കെ പോയതാണ്. ഒരു കുഴപ്പവുമില്ല, പെർഫെക്റ്റാണ്. വെയിറ്റ് ചെയ്യൂ, ചികിത്സയുടെ ഒന്നും ആവശ്യമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ കുട്ടികളുണ്ടാകാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മായിമ്മയോ എൻ്റെ വീട്ടുകാരോ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല. കാര്യം എൻ്റെ വീട്ടുകാർ മറ്റൊരാളുടെ തലയിൽ എന്നെ കെട്ടിവെച്ച് ആശ്വസിക്കുന്നവരാണ്. പിന്നെ അമ്മായിമ്മയ്ക്കാണെങ്കിൽ കുട്ടി ഉണ്ടായാലും വിവാഹബന്ധം നന്നായാലും ഒന്നും അവർക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ലാത്തൊരു ടൈപ്പാണ്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കിടയിൽ വരാറില്ല. എങ്കിലും 2 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാകാത്തതുകൊണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയതാണ്. 6 മാസത്തിന് മുമ്പ് ഒരു ദിവസം ഹസ്ബൻഡ് ട്രിവാൻഡ്രത്ത് പോയിരിക്കുകയായിരുന്നു. അന്ന് വരില്ലെന്നാണ് ഞാൻ കരുതിയത്. ഒരു 7 മണിയായി കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, എടി ഞാൻ മിക്കവാറും 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും അങ്ങെത്തും. ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി വെക്കാൻ അമ്മയോട് പറയണമെന്ന്. അമ്മയാണ് വൈകിട്ട് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കുന്നത്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞു. ആഹാ, അവൻ വരുന്നുണ്ടോ? ഇനിയിപ്പം വേറൊരു പണിയായല്ലോ. അമ്മയ്ക്ക് വൈകിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. വേണ്ടടി, ഞാൻ ചെയ്തോളാം. അവനൊരു 5 ചപ്പാത്തി ഉണ്ടാക്കണമെന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അമ്മായിമ്മ പെട്ടെന്ന് പണി ആരംഭിച്ചു. ഭർത്താവ് വരാറായപ്പോഴേക്കും എന്നാ കുളിച്ചിട്ട് അത്താഴം കഴിക്കാം എന്ന് വിചാരിച്ച് ഞാൻ കുളിമുറിലേക്ക് പോയി. മാഡം, ഇത്തിരി കഴിഞ്ഞ് കുളിമുറി നിൽക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഞാൻ കേട്ടു. എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി. ഇതുവരെ ആ വീട്ടിൽ ശബ്ദങ്ങളൊന്നും കേട്ടിട്ടില്ല. ഇനി അമ്മായിമ്മ അവിടെ പാത്രം വല്ലതും മറച്ചിട്ട് വീണതാണോ എന്താണെന്ന് അറിയില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തിറങ്ങി. ഞാൻ വന്ന് അടുക്കളയിൽ നോക്കുമ്പോഴേക്കും എൻ്റെ ഭർത്താവാണ് പാത്രങ്ങളൊക്കെ തട്ടിമറിച്ച് നിൽക്കുന്നത്. 2 പേരും പോരു കോഴികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എന്തൊക്കെയോ പറയുകയാണ്. എന്താ ചേട്ടാ ഇത്, എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും നീ മാറി നിൽക്കടി, നീയും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് കാര്യങ്ങൾ, നിങ്ങളൊന്ന് സമാധാനിക്ക്, എന്താ പ്രശ്നം എന്ന് പറയൂ എന്ന് പറഞ്ഞ് ഭർത്താവിനെ ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുത്തി. എന്താ ചേട്ടാ പ്രശ്നം, നിങ്ങൾ പറ, എന്തിനു വഴക്കുണ്ടാക്കിയത്, ഇതിലെന്തിനാണ് നശിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് എന്നെ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ കാണിച്ചു. അത് എൻ്റെ അമ്മായിമ്മയും ഭർത്താവിൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ, ഭർത്താവിനേക്കാൾ 2-3 വയസ്സിന് ഇളയതാണ്. അവന് കെട്ടിപ്പിള്ളേരും കുട്ടികളും ഒക്കെ ഉള്ളതാണ്. കണ്ടാലും നല്ലൊരുത്തനാണ്. അയാളും അമ്മായിമ്മയുമായിട്ട് നിൽക്കുന്ന ചില ഫോട്ടോകൾ വളരെ ക്ലോസായിട്ട് കണ്ടാലറിയാം അത് വേറെ എവിടെ വെച്ച് എടുത്തിട്ടുള്ളതാണെന്ന്. ഹോട്ടലിലോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ മുറിയിലോ എവിടെയോ വെച്ച് എടുത്തിട്ടുള്ളതാണ്, ഉറപ്പാണ്. നീ ഇത് കണ്ടോ? ഇവരോട് ഞാനിങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കും. ഞാൻ പറഞ്ഞതിൽ അങ്ങനെ അസഭ്യമായിട്ടുള്ള ഫോട്ടോസൊന്നും അല്ലല്ലോ, അവരിങ്ങനെ ചേർന്നിരിക്കുന്നതല്ലേ ഉള്ളൂ. അതിലൊന്നും വലിയ കാര്യമില്ല. അമ്മയും മകനെ പോലെയുള്ള ഒരു സ്നേഹബന്ധമായിരിക്കാം. നിങ്ങളുടെ അടുത്ത ഫ്രണ്ടല്ലേ? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതല്ല, നീ നോക്ക്, ഇവിടുത്തെ മുറിയിൽ നിന്നെടുത്ത വീഡിയോയും ഫോട്ടോസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. അമ്മയുടെ മുറി തന്നെയാണ് വീഡിയോയിൽ, പക്ഷേ മുഖമൊന്നുമില്ല. അവൻ്റെ മുഖമില്ല, ബാക്കി എല്ലാമുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വീഡിയോയാണ്. ഐഫോൺ വെച്ചെടുത്തതാണ്. അത് ഹിറ്റടിക്കാതിരിക്കുമോ സാമൂഹ്യ മാധ്യമങ്ങളിൽ? പിന്നെ അവൻ്റെ ഫോണിനകത്ത് അമ്മയും അവനും കൂടെ നിൽക്കുന്ന ഫോട്ടോസുമുണ്ട്.
നിങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടി? വല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും കിട്ടിയതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, അല്ല, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നാണെന്നും. അത് കിട്ടിയപ്പോഴേക്കും ഞാൻ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം കൂടെ ഇതാണോ കാണുന്നത്? ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്ന ഗ്രൂപ്പിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഭർത്താവ് സത്യം തുറന്നു പറഞ്ഞത്. അവർക്ക് ഒരാപ്പിൽ 10,000 പേരുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ദിവസേന ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യും. അതവർ കാണുന്നുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്കാണ് ഭർത്താവ് ഈ വീഡിയോ കണ്ടത്. ഇത് പോസ്റ്റ് ചെയ്തത് ഭർത്താവിന് അറിയാവുന്ന തന്നെ ഒരാളാണ്, അവരുടെ ഓൺലൈൻ ഫ്രണ്ടാണ്. അങ്ങനെ ഇതെവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചു. മുഖമൊന്നുമില്ല, പക്ഷേ ബെഡ്റൂം ഉണ്ടല്ലോ, അതുകൊണ്ട് ഭർത്താവിന് മനസ്സിലായി ഇത് സ്വന്തം വീടാണെന്ന്. അപ്പോൾ അയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഇത് എൻ്റെ വേറൊരു സുഹൃത്ത് അയച്ചു തന്നതാണ്. അവൻ സ്ഥിരമായി ആ വീട്ടിൽ പോകാറുണ്ട്. അവിടുത്തെ ആൻറ്റി അവർ സൂപ്പറാണ്. അവരുടെ വേറെയും വീഡിയോകൾ ഉണ്ട്. ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അയാൾ ആൻറ്റിയെ മീറ്റ് ചെയ്യാനുള്ള അവസരവും ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാൾ സംസാരിച്ചു. ഭർത്താവ് അത് കേട്ട് ഷോക്കിലായി. സ്വന്തം അമ്മയാണെന്നുള്ള കാര്യം ഭർത്താവ് പറഞ്ഞില്ല. എങ്കിലും ഇതാരാണ്, അവൻ്റെ ഏത് ഫ്രണ്ടാണ് കൊടുത്തത് എന്നറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യമായി അവനോട് ചാറ്റ് ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞു, ആൻറ്റിയുടെ വേറെ ഫോട്ടോകളൊക്കെ അയച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അയച്ചു കൊടുത്ത ഫോട്ടോയാണ്. പിന്നെ ആൻറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നവരെ മാത്രമേ ആൻറ്റി സ്വീകരിക്കൂന്ന് പറഞ്ഞത്രേ. 3000 രൂപയെങ്കിലും ചുരുക്കം കൊടുക്കണം. ആൻറ്റിയുടെ വീട്ടിൽ രാത്രി 11 മണി കഴിഞ്ഞ് ചെല്ലുന്നതിൽ യാതൊരു കുഴപ്പമില്ലെന്ന് ആ സുഹൃത്ത് പറഞ്ഞെന്ന്. എന്തായാലും സ്വന്തം അമ്മയും സ്വന്തം അടുത്ത സുഹൃത്തും കൂടി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ അങ്ങനെ കിട്ടിയല്ലോ. ഇനിയിപ്പോൾ അവനോട് കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ല. ശരി, നിങ്ങൾ പോയിട്ട് വന്നിട്ട് ആൻറ്റിയെ എനിക്കും ഒന്ന് മീറ്റപ്പ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തരണേ. നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആൻറ്റിക്ക് ഞാൻ സഹായം ചെയ്യാം എന്ന് പറഞ്ഞ് ഭർത്താവ് നന്ദിയോടുകൂടി ആ ചാറ്റ് അവസാനിപ്പിച്ചു. ഭർത്താവ് ഉടനെ തന്നെ സ്വന്തം സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് അയാളുമായി വഴക്കുണ്ടാക്കി. അവസാനം അയാൾ സമ്മതിച്ചു. കാര്യം അങ്ങനെയുള്ള കുറേ ഫോട്ടോസും ബാക്കി കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിനെല്ലാം ഇനിഷ്യേറ്റീവ് എടുത്തത് ഇവിടുത്തെ അമ്മയാണ്. മോൻ ഗൾഫിലുള്ളത് കൊണ്ട് ഇവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ നമ്പരാണ് ചേട്ടൻ കൊടുത്തിരുന്നത്. വല്ലപ്പോഴുമൊക്കെ സഹായമാണെന്ന് പറഞ്ഞ് അമ്മ അവനെ വിളിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു. അതിൻ്റെ മറവിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. അതുമാത്രമല്ല, അമ്മയ്ക്ക് പണം ഇഷ്ടം പോലെ സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവനോട് അമ്മ അങ്ങോട്ട് പറഞ്ഞതാണ്, ഒത്തിരി മീറ്റപ്പുകൾ വേണം. എൻ്റെ മരുമോള് 10 മണി കഴിയുമ്പോഴേ പോത്തുപോലെ കൂർക്ക വലിച്ചുറങ്ങും. അപ്പോൾ ഈ വീട്ടിലേക്ക് വന്നാലും ആരും അറിയാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ ആ സുഹൃത്ത് ചോദിച്ചതാണ്, അല്ല ആൻറ്റി, ഇനിയിപ്പം ആരെങ്കിലും കണ്ടാലോ അറിഞ്ഞാലോ എന്ന്. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞെന്ന്, ആ കണ്ടാലേ എന്നെ സംശയിക്കില്ല, അവളുടെ ഭർത്താവ് ഗൾഫിലല്ലേ. അതുമാത്രമല്ല, അവളാണ് ചെറുപ്പക്കാരി സുന്ദരിയും. അപ്പോൾ അവളെ തേടി വരുന്നതാണെന്ന് ആളുകൾ വിചാരിച്ചോളും. എനിക്ക് യാതൊരു വിധത്തിലുള്ള റിസ്ക്കുമില്ല എന്ന് പറഞ്ഞെന്ന്. ഭർത്താവ് ഇവിടെ വന്നു കഴിഞ്ഞ ശേഷവും അമ്മ ഒന്നിനും ഒരു കുറവ് വരുത്തിയില്ല. ഭർത്താവ് എവിടെയെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞു പോകുമ്പോഴേക്കും ഇത് തന്നെയായിരുന്നു കാര്യം. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തിന് ഇതൊക്കെ ലഹരി കയറി സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഭർത്താവിൻ്റെ കയ്യിലെത്തിയതും ഈ പ്രശ്നം പിടിക്കപ്പെട്ടതും. അതുകൊണ്ടാണ് പുള്ളി ഇത്രയും സ്ട്രോങ്ങായി പ്രതികരിച്ചത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭർത്താവിനെ ഒന്നും പറയാൻ തോന്നിയില്ല. ഏത് മകനാണെങ്കിലും ഇങ്ങനെ തന്നെയാകും പ്രതികരിക്കുക. പിന്നെ ഈ കഥയിൽ ഞാനുമുണ്ട്. കാര്യം എനിക്കാണ് പേരുദോഷം കൂടുതൽ കിട്ടുക. ദൈവമേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണക്ക് പ്രകാരം 10 or 50 അധികം ആളുകൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. പൊട്ടിയായി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുമില്ല. ഇതൊക്കെ എപ്പോൾ എങ്ങനെ അമ്മായിമ്മ സാധിച്ചെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല മാഡം. അത്രയ്ക്കും വിദഗ്ധമായിട്ടാണ് അമ്മ അവിടെ കരുക്കൾ നീക്കിയത്. ഇവിടെ ഇരുന്ന് ഞാൻ ഒന്നും അറിഞ്ഞില്ല, ഒരു ഇലയനക്ക പോലും കേട്ടില്ല. എൻ്റെ പേരും കൂടെ ചീത്തയായി കാണും, നാട്ടുകാർക്ക് വലുത് മനസ്സിലായി കാണുമോ, ഒരു പിടിയുമില്ല. ഭർത്താവ് എന്നെ സംശയിച്ചാൽ പോലും എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ തെളിവ് സഹിതം കിട്ടിയത് കൊണ്ട് ഭർത്താവിനെ സംശയിക്കില്ല. എങ്കിലും നീ കൂടെ അറിഞ്ഞുകൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ആരും സംശയിച്ചു പോകും. ഇത്രയധികം ആൾക്കാർ ഇവിടെ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതെന്താണെന്ന് ആർക്കാണെങ്കിലും സംശയം തോന്നും. അമ്മായിയമ്മേ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോയെന്ന് ഭർത്താവ് പിന്നെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ 5 കണ്ടിട്ടില്ല, 50 കണ്ടിട്ടില്ല, ആകെ ഞാൻ 1 കണ്ടിട്ടുള്ള മനുഷ്യ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങളുടെ അമ്മ കാണിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ തലയിൽ കെട്ടിവെക്കാതെ അമ്മ എന്താ അങ്ങനെ കാണിച്ചതെന്ന് എനിക്കറിയില്ല. അമ്മയ്ക്ക് അങ്ങനെ ദുസ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. വാക്കിലോ പെരുമാറ്റത്തിലോ ഒക്കെ അമ്മ നല്ല സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയാണോ എന്ന് ഞാനെങ്ങനെ അറിയും?
എല്ലാവരും കള്ളികളാടി. ഇങ്ങനെ ശീലാവധി ചമഞ്ഞ് സംസാരിക്കും. പിന്നാമ്പുറത്ത് എന്താ നടക്കുന്നതെന്ന് ആർക്കറിയാമെന്ന് പറഞ്ഞ് ഭർത്താവിനോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു കൂടുതൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരറിയും, എല്ലാവരും നാറും. അല്ലാതെ ഈ കാര്യത്തിന് അവാർഡൊന്നും ആര് വീട്ടിൽ കൊണ്ടുതരില്ല. അതുകൊണ്ട് അടങ്ങാൻ പറഞ്ഞു. ഭർത്താവിന് പക്ഷേ ഭയങ്കര കലിയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതിന് എന്താണ് പരിഹാരം? ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ദേഷ്യത്തോട് വന്നിട്ട്, എടാ ഞാൻ അങ്ങനെ കാണിച്ചെങ്കിൽ എൻ്റെ മിടുക്കാണ്. നീ എന്നെ പൂട്ടിയിടാനോ കെട്ടിയിടാനോ വരേണ്ട കാര്യമില്ല. നീ നിന്റെ കാര്യം നോക്ക്. നീ നല്ലവനാണോ? നിനക്ക് കല്യാണത്തിന് മുമ്പ് 5 പെണ്ണുങ്ങളുമായിട്ട് പ്രേമമില്ലായിരുന്നോ? ഞാൻ പലതവണ എത്ര തവണ കണ്ടിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. എന്നിട്ട് അവരിൽ ആരെങ്കിലുമാണോ നീ കല്യാണം കഴിച്ചത്? അവളുമാരെ നീ തേച്ചോ അതോ അവളുമാർ നിന്നെ തേച്ചോ എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ ഹിസ്റ്ററിയൊക്കെ അമ്മ പറയാൻ തുടങ്ങി. അമ്മയും മകനും ഒട്ടും മോശമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഭർത്താവിൻ്റെ കഥകൾ അമ്മാവൻ പറഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ ഭർത്താവ് ഷൗട്ട് ചെയ്തു, നിർത്ത്, അത് ബാലചാപല്യമായിരുന്നു. ചെറുപ്പകാലത്ത് അങ്ങനെയൊക്കെ പലരോടും താല്പര്യം തോന്നും. നിങ്ങളുടെ കൂട്ട് ഞാൻ അവരുമായിട്ട് കറങ്ങി നടക്കാൻ പോലും പോയിട്ടില്ല. ജസ്റ്റ് ഇഷ്ടമായിരുന്നു, അത്രയേ ഉള്ളൂ. കറങ്ങി നടന്നു, ബാക്കി ഞാൻ പറയുന്നില്ല. പെണ്ണിവിടെ നിൽക്കുന്നു. ഞാനേ ഭർത്താവില്ലാത്തൊരു സ്ത്രീയാണ്. അതുകൊണ്ട് എനിക്ക് എന്തുമാകാം. നിനക്കിഷ്ടമില്ലെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോന്നിൻ്റെ ഭാര്യയും കൊണ്ട് എന്ന് പറഞ്ഞു. ആഹാ, അപ്പോൾ നിങ്ങൾക്ക് ഭർത്താവില്ല? നിങ്ങൾ ഭർത്താവില്ലാത്ത വിധവയാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ നിങ്ങൾ ഓടിച്ചു വിട്ടതല്ലേ? അതേടാ, ഓടിച്ചു വിട്ടതാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഓടിച്ചു വിട്ടു. ശരിയാ, അന്ന് അച്ഛൻ കുടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അന്ന് അമ്മ അങ്ങനെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാനതിനൊക്കെ ഓക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ ഇപ്പോൾ നല്ല സ്വഭാവമാണ്. അതുമാത്രമല്ല, പുള്ളി ഇപ്പോൾ പെൻഷൻ പറ്റാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത വർഷമാണ് പെൻഷൻ പറ്റുന്നത്. പുള്ളിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ഇന്ന് തന്നെ പോയി ഞാൻ പുള്ളിയെ ക്വാർട്ടേഴ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. നീ പോയി വിളിച്ചുകൊണ്ട് വരികയോ വരാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. എൻ്റെ അടുത്തോട്ട് അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. അങ്ങേർക്ക് വേണ്ടി വേറെ മുറിയോ അല്ലെങ്കിൽ മുകളിലത്തെ നിലയോ ഒരുക്കി കൊടുത്തോണം. അങ്ങേർക്ക് വെച്ച് വിളമ്പാനും എനിക്ക് പറ്റില്ല. ഒന്നുകിൽ വേറെ വേലക്കാരി അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ വെച്ച് കൊടുത്തോണം. എൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ വരരുത്. ഞാൻ നാണക്കെട്ടുണ്ടാവുകയാണെങ്കിൽ ഞാൻ തന്നെ ഇങ്ങ് സഹിച്ചു. നിങ്ങളാരും അതിൻ്റെ പുറകെ വരണ്ടെന്ന് പറഞ്ഞ് അമ്മ മുറിക്കകത്ത് കയറി വാതിലടച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ശരിക്കും ഇവിടെ ആരാ തെറ്റുകാരൻ? നിങ്ങളും അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും 5 പെണ്ണുങ്ങളുടെ പുറകെ നടന്നു. ഇപ്പം നിങ്ങൾ ഇത്തരം ഗ്രൂപ്പുകളിൽ ചേർന്നിട്ട് വീഡിയോ കാണുന്നു. നിങ്ങളെ എനിക്ക് നന്നായിട്ട് സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അമ്മയെ വെറുതെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അമ്മ പോയെങ്കിൽ പോയി. ഈ കാര്യം പറഞ്ഞ് ഇവിടെ വഴക്കുണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ അറിയിക്കരുത്. പിന്നെ നിങ്ങളുടെ അച്ഛൻ, പുള്ളി എവിടെയാണ് എന്ന് ചോദിച്ചപ്പോഴാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞത്, അച്ഛനും അമ്മയും കൂടെ പിണങ്ങി. അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പുള്ളി ഒരു ക്വാർട്ടേഴ്സിലാണ് വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. തനിയാണ്, വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇവർ നിയമപരമായിട്ടൊട്ട് പിരിഞ്ഞിട്ടുമില്ല. അച്ഛനും മകനുമായിട്ട് അത്യാവശ്യം കണക്ഷനുമുണ്ട്. പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതുവരെ ഇങ്ങോട്ട് വിളിക്കാതിരുന്നതാണ്. ഭർത്താവ് രഹസ്യമായി പോയി അച്ഛനെ കാണാറുണ്ട്. പണ്ട് പുള്ളി മുഴിക്കുടിയനായിരുന്നു അത്രേ. അങ്ങനെയാണ് പ്രശ്നങ്ങളുണ്ടായത്. ഒറ്റയൊരു മകൻ മാത്രമേ ഇവർക്കുള്ളൂ. ഒരു സമയത്ത് അമ്മായിയമ്മ ഇവിടുന്ന് ഇറക്കി വിടുകയായിരുന്നു. പുള്ളിക്കാരൻ പിന്നെ ഇടിച്ചിങ്ങോട്ട് കയറാനും ശ്രമിച്ചിട്ടില്ല. എന്തായാലും ക്വാർട്ടേഴ്സ് ഉള്ളത് കൊണ്ട് അതിൽ കഴിഞ്ഞു വരികയായിരുന്നു. പുള്ളി തരികിടയാണെന്നൊന്നും അറിയില്ല. എന്തായാലും പുള്ളി വേറെ കല്യാണം കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു. ഉദ്യോഗം ഉണ്ടല്ലോ. ഭർത്താവിൻ്റെ ഹിസ്റ്ററിയും പുറത്തു വന്നതോടുകൂടി ഭർത്താവ് ഒന്നടങ്ങി. പിന്നെ അമ്മയും മോനും കൂടെ മിണ്ടിയില്ല. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ വിളിച്ചുകൊണ്ട് മകൻ ഈ വീട്ടിലേക്ക് കയറി വന്നു. അന്നാണ് ഞാൻ ആദ്യം അമ്മായിച്ചനെ കാണുന്നത്. പുള്ളിയെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും അമ്പരന്ന് പോയി. കൊള്ളാം, കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുള്ളനെ പോലിരിക്കും. ഇത്തിരി പ്രായമായ ഏതോ ജിം ട്രെയിനർ കയറി വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ അമ്മായിച്ചനാണെന്ന് വിചാരിച്ചില്ല. എൻ്റെ ഭർത്താവ് പരിചയപ്പെടുത്തിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പുള്ളി നല്ല സുന്ദരനും ചുള്ളനും അടിപൊളിയാണല്ലോ. ഇങ്ങനെന്തിനാണ് ഭാര്യയായിട്ട് പിണങ്ങി ദൂരെ പോയി നിന്നത്, വേറെ കല്യാണം കഴിക്കാതിരുന്നത്? എന്തിനാ കല്യാണം കഴിച്ച് വേറെ എടാകൂടോ എന്ന് പുള്ളി വിചാരിച്ച് കാണും. എന്തായാലും പുള്ളിക്ക് ഒന്നിനൊരു പഞ്ഞമുണ്ടാകാൻ സാധ്യതയില്ല. അത്രയ്ക്കും ഗ്ലാമറാണ് ഇപ്പോഴും. അപ്പോൾ ചെറുപ്പകാലത്ത് എന്ത് ഗ്ലാമറായിരിക്കും? എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ 100 ഇരട്ടി സൗന്ദര്യം അമ്മായപ്പനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ തള്ളയ്ക്ക് വട്ടാണ്. ഇവരടങ്ങി ഒതുങ്ങി ഭർത്താവിൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ എന്ത് നല്ലൊരു ഭർത്താവാണ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭർത്താവായതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് തന്നെ കല്യാണത്തിന്. ഇപ്പോഴും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവർക്കാണെങ്കിൽ ശരിക്കും നല്ലൊരു സുന്ദരനെ ആ സമയത്ത് കിട്ടിയിട്ടും അവർ അടങ്ങി നിൽക്കാത്തത് എന്താണെന്ന് ഞാൻ ഓർത്തു. ഈ സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ലേ? അമ്മായിമ്മയോട് ഈ കാര്യം സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു.
ഒരു ദിവസം അമ്മായിമ്മയോട് ഞാൻ ചോദിച്ചു, അല്ലമ്മേ, അമ്മ ഭർത്താവിൻ്റെ സ്വഭാവം ഇഷ്ടമല്ലാതെ പിരിഞ്ഞു. പക്ഷേ ഇവിടെ താമസിച്ചിരുന്ന അമ്മ എങ്ങനെയാണ് എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളടക്കം ഒത്തിരി പേരുമായിട്ട് ഇങ്ങനെയൊരു റിലേഷനിൽ ആയത് എനിക്ക് പിടികിട്ടുന്നില്ല അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അത് എനിക്ക് തോന്നി മോളെ, എന്ത് ചെയ്യാനാണ്, ജീവിതമല്ലേ, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ നോക്കണ്ടേ. എൻ്റെ മോനും നിങ്ങളും ഒക്കെ പറഞ്ഞ തെറ്റുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് കാരണം എൻ്റെ ഇഷ്ടങ്ങളാണ്. എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പം ആര് വന്നാലും എനിക്കൊന്നുമില്ല. എന്നാലും അമ്മേ, പണത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് അമ്മ ഫേമസ് ആയി കഴിഞ്ഞാൽ പുറത്തങ്ങനെ ഇറങ്ങി നടക്കും. എടി, എനിക്ക് മുന്നും പിന്നെ നോട്ടമില്ല എന്ന് പറഞ്ഞല്ലോ. എനിക്ക് പല കാര്യങ്ങളും ഇഷ്ടമുണ്ട്, അതെല്ലാം ഞാൻ നടത്തിയെടുക്കും. ഇവിടെ പല പെണ്ണുങ്ങളും വലിയ ചിത്രങ്ങളിൽ വരെ അഭിനയിച്ച് ഫേമസ് ആകുന്നു. അവളുമാർക്കില്ലാത്ത നാണക്കേടാണോ? എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളുമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുത്തിട്ട് മാത്രമേ ഇനി ജീവിക്കുന്നുള്ളൂ. നീ നിൻ്റെ കാര്യം നോക്ക്. ഇത്രയും ഉത്തരം നിനക്ക് കിട്ടിയില്ലേ? അതുപോലെ നീ ശീലാവതിയായിട്ടിരിക്കും. നീ പറ്റിയാൽ നിന്റെ ഭർത്താവിനെ നല്ലോണം സൂക്ഷിച്ചു, അല്ലെങ്കിൽ അവൻ്റെ ഡാഷ് കൂടി മറ്റുള്ളവർ അടിച്ചെടുത്തോണ്ട് പോകും. അത് വേണമെങ്കിൽ അവൻ ദാനം കൊടുക്കും. അത്ര ടൈപ്പാ. സുന്ദരികളായ പെണ്ണുങ്ങൾ ഇവിടെ ഇഷ്ടം പോലുണ്ട്. നീ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി. അതോർത്താൽ നിനക്ക് കൊള്ളാം. അവനാണെങ്കിൽ എന്നേക്കാൾ കണക്കാ മോളെ. സൂക്ഷിച്ചാൽ നീ ദുഃഖിക്കണ്ടെന്ന് പറഞ്ഞ് എൻ്റെ നാക്ക് അമ്മായിയമ്മ അടപ്പിച്ചു. പക്ഷേ അമ്മായിപ്പൻ വന്നു കഴിഞ്ഞ ശേഷം എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി മുകൾ നിലയിലാണ് താമസിക്കുന്നത്. അമ്മായിയമ്മയും അമ്മായിപ്പനും തമ്മിൽ മിണ്ടില്ല. ഇടയ്ക്ക് പറയും, എൻ്റെ മകൻ വിളിച്ചു, ഇനിയിപ്പോൾ കോട്ടേഴ്സിൽ താമസിക്കേണ്ട, ഇവിടെ താമസിച്ചാൽ മതിയെന്ന്. എനിക്കും അധികാരമുള്ള വീടാണ്, അതുകൊണ്ടാണ് വന്നത്. നിൻ്റെ അമ്മായിയുമായിട്ട് എനിക്ക് യാതൊന്നുമില്ല. അവൾക്ക് അവളുടെ ഇഷ്ടം, അവളെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. മോൾ എനിക്ക് ചോറെടുത്ത് തന്നാൽ ഞാൻ കഴിക്കും, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുമെന്ന് പറയും. ഞാൻ പറയൂ അച്ഛാ, ഞാൻ വിളമ്പി തരാമല്ലോ. അച്ഛന് ഇഷ്ടമുള്ളത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വെച്ച് തന്നോളാം. അച്ഛനും അമ്മയുമായിട്ട് യാതൊരു വിധത്തിലും വഴക്കുണ്ടാക്കാൻ പോകണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറവല്ലോ. ഒരു ദിവസം അമ്മായിമ്മ അടുക്കളയിൽ നിന്ന് അത് കേട്ടു. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ, അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മരുമകൾക്ക് തലയങ്ങ് കുനിഞ്ഞു. കിളവൻ ഇപ്പോഴും ജിമ്മിലൊക്കെ പോയി ചെറുപ്പക്കാരനാകാൻ നടക്കുകയാണ്. അങ്ങേരുടെ റൂം ഒന്ന് കാണണം. ആയിരക്കണക്കിന് സൗന്ദര്യവർദ്ധ വസ്തുക്കളാണ്. എന്തുവാ ഇത്? ഞാനൊന്നും മേടിക്കാറില്ല, എനിക്ക് നാച്ചുറൽ ബ്യൂട്ടിയാണുള്ളത്. ഞാൻ പറഞ്ഞ അമ്മ എന്തിനാണ് അച്ഛൻ്റെ മുറിയിൽ പോയി അച്ഛനില്ലാത്ത സമയത്തൊക്കെ ഉണ്ടോ നോക്കുന്നതും? അത് പിന്നെ നിയമപരമായിട്ട് എൻ്റെ ഭർത്താവല്ലേ, എനിക്ക് നോക്കാം. അമ്മയ്ക്ക് ചില്ലറ കുഴപ്പങ്ങളൊന്നുമല്ലല്ലോ. ഇടീ, എൻ്റെ കുഴപ്പം അവിടെ നിൽക്കട്ടെ. എൻ്റെ ഭർത്താവിനെ എനിക്ക് പണ്ടേ അറിയാം. ഞാൻ ഉപേക്ഷിച്ച കേസാണ്. അയാൾ എന്ത് കാണിച്ചാലും എനിക്കൊന്നുമില്ല. പിന്നെ അങ്ങേരുടെയും എൻ്റെയും പേരിലാണ് ഈ വസ്തുക്കളെല്ലാം. അതുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റില്ല. നീ എങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ഞാൻ പുട്ട് കൊണ്ടുതരാം, കടല കൊണ്ടുതരാം, അപ്പത്തിൽ കറി ഒഴിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നീ പാറപ്പുറത്ത് കയറിയ വരയാടിനെ പോലെ തുള്ളുന്നില്ലേ? അത് എങ്ങോട്ടുള്ള ചാട്ടമാണെന്ന് എനിക്കും അറിയാം മോളേന്ന്. അമ്മ എന്തൊക്കെ ഈ പറഞ്ഞത്? അതെൻ്റെ അമ്മായിച്ചനല്ലേ? അമ്മായിച്ചൻ. എടി, അങ്ങേരുടെ സ്വഭാവം എനിക്കറിയാവുന്ന കാര്യമാണ്. പണ്ട് കുടിയങ്ങ് വല്ലാതെ കൂടിയപ്പോഴാണ് ഞാൻ ഇറക്കി വിട്ടത്. അതിനു മുമ്പ് അങ്ങേര് എന്താണെന്ന് എനിക്കറിയില്ലേ? ഇപ്പോഴും അങ്ങേര് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഞാൻ നിന്നെ കുറ്റം പറയില്ല. നിനക്ക് നിൻ്റെ ഭർത്താവിനേക്കാൾ എന്തെങ്കിലും ഗുണങ്ങൾ അമ്മായിച്ചിൽ നിന്ന് കിട്ടുമെങ്കിൽ നീ മുറുക്ക പിടിച്ചു. കാര്യം നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അമ്മായും ഒരു പ്രത്യേക ആംഗ്യം കാണിച്ചു. ഞാൻ പറഞ്ഞ അമ്മ എന്തൊക്കെ തോന്നിയാസങ്ങളാണ് പറഞ്ഞത്. അപ്പം അമ്മ വന്ന് എൻ്റെ ചുമലിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, സത്യം നീ വിശ്വസിക്ക്. എൻ്റെ മോനോ അവൻ കറങ്ങി നടക്കുകയാണ്, ബിസിനസ്സാണെന്ന് പറഞ്ഞ്. എവിടൊക്കെ ഏത് മരക്കൊമ്പിൽ ചാടി ഉലയുന്നെന്ന് ആർക്കറിയാം മോളെ? നീ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, അവസാനം നീ വിഡ്ഢിയായി പോകും. അമ്മായിപ്പനെ ശുശ്രൂഷിച്ച് നീയും ലൈഫ് എൻജോയ് ചെയ്യും മോളെ. അങ്ങേർക്ക് ഇപ്പോഴും ചെറുപ്പമാണെന്നല്ലേ നീ പറഞ്ഞത്? എന്തായാലും നിന്റെ തുള്ളാട്ടവും നടക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ നട്ടാൽ കിളിക്കാത്ത കേൾക്കാൻ കൊള്ളാത്ത കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറഞ്ഞു. കേൾക്കാൻ കൊള്ളാത്താണോ നട്ടാൽ കിളിക്കുമോയെന്ന് നിനക്ക് വഴിയെ മനസ്സിലാകുമെന്ന് പറഞ്ഞു. എന്തായാലും ഇടയ്ക്കൊക്കെ വൈകുന്നേരമൊക്കെ ഇല്ലേ, അമ്മായിപ്പൻ ലീവുള്ള സമയത്ത് ഞാൻ മുകളിലേക്ക് കയറിച്ചില്ലും ചായയുമായിട്ട്. അദ്ദേഹം അവിടെ ടി വി ഒക്കെ സെറ്റ് ചെയ്ത് ടി വി ഒക്കെ കണ്ട് റിലാക്സ് ആയിട്ടിരിക്കും. പിന്നെ മിക്കപ്പോഴും പുറത്തൊക്കെ പോകും. എപ്പോഴും ഇവിടെ കാണുമൊന്നുമില്ല കേട്ടോ, രാത്രി മാത്രമേ വരികയുള്ളൂ. ചിലപ്പോൾ കഴിച്ചിട്ട് വരും, ചിലപ്പോൾ കഴിക്കാതെ വരും. എന്താണെങ്കിലും എന്നെ വിളിച്ചു പറയും മാഡം. പക്ഷേ അച്ഛൻ ഇവിടെയുള്ള സമയത്ത് ഞാൻ 4 മണിക്ക് ചായ കൊടുക്കാൻ ചെല്ലുന്ന സമയത്ത് 3-4 വട്ടം ഞാൻ അച്ഛൻ്റെ ചില കൈക്കറികൾ കണ്ടു. ഞാനോർത്തത് അദ്ദേഹം
സ്വകാര്യതയിലിരുന്നപ്പോൾ അറിയാതെ റൂം തുറന്നിട്ടപ്പോൾ ഞാൻ ചെന്നപ്പോൾ കണ്ടതാണെന്നാണ്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെല്ലുമ്പോൾ ബോധപൂർവമാണെന്ന്. അദ്ദേഹം ഞാൻ അറിയാതെ കണ്ടതാണ്, നീയും അറിയാതെ കണ്ടതാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ഭാവിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം മനഃപൂർവ്വമാണെന്ന് എനിക്ക് മനസ്സിലായി മാഡം. എനിക്കതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അമ്മായിമ്മ പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. എന്തായാലും ഈ കാര്യമൊന്നും ഭർത്താവിനോട് അമ്മായിമ്മയോട് ഞാൻ പറഞ്ഞില്ല. കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഞാൻ കാത്തു സൂക്ഷിക്കണ്ടേ. പക്ഷേ പതുക്കെ ഇതൊരു നിരുപദ്രവകരമായ കാര്യമാണ്. വലിയ പ്രശ്നമൊന്നും അദ്ദേഹം ഉണ്ടാക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. പ്രായം ചെന്ന ആളാണ്. പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശീലങ്ങളായിരിക്കാം. ഇവിടെ അമ്മായിമ്മയും എൻ്റെ ഭർത്താവും ശരിയില്ല. പിന്നെ അങ്ങനെ കുറ്റം പറയാൻ പറ്റുമോ? ഉപദ്രവമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അപ്രതീക്ഷിതമായി അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. അമ്മയോ ഭർത്താവോ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്. പക്ഷേ എനിക്ക് മോളെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ എനിക്ക് ബന്ധനത്തിൽ നിന്ന് വിമുക്തയാകാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല മാഡം. അവസാനം അമ്മ പറഞ്ഞ ആന്തരാർത്ഥത്തിൻ്റെ വലിപ്പം എനിക്ക് തിരിച്ചറിയേണ്ടി വന്നു. അപ്പോൾ ഞാൻ നിശബ്ദയായി പോയി. ആക്ച്വലി ഞാനും പല ആന്തരാർത്ഥങ്ങളും ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്ക് ആ നിമിഷത്തിൽ തോന്നിപ്പോയി. ഞാൻ എത്രക്ക് നല്ലവളാണെങ്കിലും എൻ്റെ ഭർത്താവ്, അയാളെ എനിക്ക് സംശയമുണ്ട്. അമ്മായിമ്മ എങ്ങനെയാണ്, എൻ്റെ അമ്മായച്ചൻ എങ്ങനെയാണ്, ആ വീട്ടിൽ ഞാൻ മാത്രം നല്ലവളായിട്ടിരുന്നിട്ട് എന്താ കാര്യമെന്ന് ഞാൻ ഓർത്തു. ആന്തരാർത്ഥങ്ങൾ പുതുമഴ പോലെ എനിക്ക് മനസ്സിലായി. എന്തോ പിന്നെ ഞാൻ എതിർപ്പുകളില്ലാതെ ഒരു പ്രിയ സഖിയായി കൂടി മാഡം. അതിൻ്റെ അനുഭവം പെരുമഴ കൊട്ടി പെയ്യുകയായിരുന്നു എൻ്റെ മനസ്സിൽ. അത് എനിക്ക് ഒരു പടിത്തരമായി. പിന്നീട് ചായം കൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ അനുകൂലമായ സാഹചര്യമാണെങ്കിൽ അദ്ദേഹവും ഞാനും ആ പൂവനിയിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല. ഒന്നും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. പറയാതെ അറിയുകയായിരുന്നു ഞങ്ങൾ. പക്ഷേ മാഡം ഇപ്പോൾ കാര്യങ്ങൾ വേറെ ദിശയിലാണ്. ഡേറ്റ് എല്ലാം തെറ്റിയിരിക്കുകയാണ്. ഏകദേശം കാര്യങ്ങൾ കൺഫേമായി. ഇത് ആരോടും പറയാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. കുറ്റബോധം കൊണ്ട് ഞാൻ നേറുകയാണ്. ഒന്നും പറഞ്ഞത് ഒഴിവാക്കാൻ പറ്റില്ല. ഇതിന് ജീവിതത്തിൽ സഹിച്ചേ പറ്റൂ. ഇപ്പോഴാണ് എനിക്ക് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു കുഴപ്പം മനസ്സിലായത്. ആദ്യമൊന്നും എനിക്ക് ഒന്നും തോന്നിയില്ല മാഡം. എല്ലാവരും എടുത്തു ചാടുകയാണ്. ഞാനും ഒരു എടുത്തുചാട്ടക്കാരിയാണ്. ഞാനത് സമ്മതിക്കുന്നു. ആരും പ്രലോഭനങ്ങൾക്കോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങരുത്. ഓരോന്ന് കണ്ട് പെട്ടെന്ന് മോഹിക്കരുതെന്ന് മാഡം എപ്പോഴും പറയും. ഞാൻ മിക്കപ്പോഴും മാഡത്തിൻ്റെ അവസാനത്തെ കുറേ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് വന്നു ഭവിച്ചത്. എനിക്കിനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. വരുന്ന സത്യത്തെ സ്വീകരിക്കേ പറ്റുകയുള്ളൂ. പണ്ടൊക്കെ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അങ്ങനെയല്ല. സാഹചര്യങ്ങൾ അത് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മാഡം. മാഡം എന്നെ കുറ്റക്കാരിയാക്കുമായിരിക്കാം. ഞാൻ ഇപ്പോഴേ പറയുന്നു, ഞാൻ കുറ്റക്കാരിയാണ്. ഇനിയിപ്പോൾ തിരുത്താൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇനിയുള്ള എൻ്റെ ജീവിതം തിരുത്തും. അത്ര എനിക്ക് പറയാൻ പറ്റൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെറ്റും ശരിയും മനസ്സിലാക്കി കഴിഞ്ഞ ഒരാളാണ് ഇമെയിൽ അയച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അവരോടിപ്പം ഞാൻ കടന്ന് ഗിരിപ്രഭാഷണം നടത്തേണ്ട കാര്യമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കഥയാണെങ്കിലും കാര്യമാണെങ്കിലും ഓരോ കാര്യത്തിൽ നിന്ന് എടുത്തു ചാട്ടാൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മളുടെ പല ആദർശങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മളിലുള്ള പല പിടിവാശികളോ അല്ലെങ്കിൽ നന്മകളോ ഒക്കെ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. നമുക്ക് ഓരോന്ന് കാണുമ്പോഴേക്കും ആഗ്രഹം തോന്നി നമ്മൾ അതിലേക്ക് പോകുമ്പോഴാണ് അതിൽ ഒത്തിരി കൺഫ്യൂഷൻസും മനസ്താപങ്ങളും വരുന്നത്. അത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് മനസ്സ് കുറച്ചുകൂടിയൊക്കെ ഒരു ശക്തമാക്കി തീരുമാനമെടുത്ത് അതിനെ വഴിതിരിച്ച് വിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.